ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ പൊന്നിൻ്റെ കാത് കുത്താനാണ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റഡ് കുത്തുന്നു. ആദ്യം പോയി ഞാനാണ് കുത്തിയത് മൂന്നാമത്തെ സ്റ്റഡ്. ഞങ്ങളൊരു 4-5 ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം സംസാരത്തിന് ശേഷമാണ് കേട്ടോ പ്ലാൻ ചെയ്ത്. ഞാനൊരു പ്രാവശ്യം മുന്നേ തേർഡ് സ്റ്റഡ് കുത്തിയിട്ട് ഫ്ലോപ്പായി പോയിട്ടുള്ളതാണ്. മോൻ തോർത്തുമുണ്ട് കൊണ്ട് വലിച്ചപ്പോൾ അത് ഊരിപ്പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ജോസുമോൻ വന്നപ്പോൾ അപ്പുക്കുട്ടനില്ലല്ലോ എന്ന്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇല്ലാത്തത്, മനഃപൂർവ്വമല്ല. നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പുക്കുട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് പോയി. ഇവിടെ അടുത്തുള്ളൊരു ബ്യൂട്ടി പാർലറാണ്. ഞാൻ അവിടെ തന്നെയാണ് കാത് കുത്തിയത്. അടിപൊളിയാണ് കേട്ടോ ചേച്ചി ചെയ്ത് തരുന്നത്. വളരെ പെർഫെക്റ്റായിട്ട് അളന്ന് സെറ്റാക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കുത്തുന്നതൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ ഞാൻ പോയിട്ട് കാത് കുത്താനായിട്ട് പോയി ചെയ്തതിനേക്കാൾ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ വിചാരിച്ചത് ഭയങ്കര ഫ്ലോപ്പാവുമെന്നാണ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ആ ചേച്ചിയുടെ പെരുമാറ്റവും രീതികളും എന്താ പറയുക, ഇവിടെ സംബന്ധിച്ചിടത്തോളം വളരെ ഗ്രാമപ്രദേശമാണ്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാൾ വളരെ നന്നായിട്ടാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. വേദനിക്കാതിരിക്കാനായിട്ടൊരു ഓയിൽമെൻറ്റ് തേക്കുന്നുണ്ട് ചെറുതായിട്ടൊരു തരിപ്പിന് വേണ്ടിയിട്ട്. അത് കാരണം വലിയ വേദനയും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇവൾ കരയുമോ എന്നുള്ളത്. പക്ഷേ ചിരിച്ചൊക്കെയാണ് കേട്ടോ ഇരിക്കണത്. ഫുള്ള് വീഡിയോ ഞാൻ എടുത്തായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ അതിൽ നിന്ന് വിട്ടില്ല, കാരണം എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ തേക്കുന്ന ഓയിൽമെൻ്റ് എന്ന് പറയുന്നത് വേദന വരാതിരിക്കാനായിട്ട്, തരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കാരണം നമുക്ക് ഇങ്ങനെ കുത്തുമ്പോൾ വലിയൊരു ഫീലിങ്സോ കാര്യങ്ങളോ ഇല്ല. ഞാനിപ്പോൾ കാത് കുത്തിയിട്ട് 2 ദിവസമായിട്ടോ അത്യാവശ്യം ഉണങ്ങി. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് കാതിൽ കുത്തിയിട്ടാൽ അപ്പോഴത്തേനും ഞാൻ പുള്ളിക്കാരിയുടെ മുഖമാണ് നോക്കിയത്, കണ്ണെങ്ങാനും നിറഞ്ഞാന്നാണ് നോക്കിയത്. എനിക്കൊരു ചെറിയ ടെൻഷൻ, കൊച്ചല്ലേ, അത് കാരണം. പക്ഷേ പുള്ളിക്കാരി ചിരിച്ചായിരുന്നു. എന്ന വേദനയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെ അടിക്കുമ്പോൾ നാട്ടിലാണെങ്കിൽ ഭയങ്കര വേദന എടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സൈഡ് മുഴുവൻ ഒരുമാതിരി ഇടിമിന്നൽ പോലുള്ളൊരു വേദനയായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തന്നെ എനിക്ക് പുള്ളിക്കാരിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലാണ് പുള്ളിക്കാരി അത് ചെയ്യണത്. നമുക്ക് അതിലൊരു തെറ്റ് പറയാനോ ഇത് പറയാനോ ഒന്നുമില്ല. അതിനുശേഷം അവരൊരു സ്പ്രേയും കൂടെ അടിക്കേണ്ടത്, അതെന്താണെന്ന് ഞാൻ ചോദിക്കാനായിട്ട് വിട്ടുപോയിട്ടോ. അങ്ങനെ എൻ്റെ ജോസുമോൻ്റെ തേർഡ് സ്റ്റഡ് അടിച്ചു കേട്ടോ 2 ചെവിയിൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് ഇത്തിരി വലിയ ഇതാണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ. അത് വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. പുള്ളിക്കാരിക്ക് നന്നായിട്ട് അത് ചേരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും കാണുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, ബായ്.